അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങ ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പച്ചമാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി. ആദ്യം തന്നെ മാങ്ങ കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി സ്റ്റൗവിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അല്പം ഉലുവയും ചേർത്ത് അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ തന്നെ എടുക്കുന്നുണ്ട്, കുറച്ച് കൂടുതൽ മാങ്ങ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അല്പം കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരുപാട് നേരം ചൂടാക്കണ്ട കേട്ടോ, കാരണം മാങ്ങ വെന്തു പോകും. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയും ബാക്കി തിളപ്പിച്ചറിയ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളത് കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ആ ഒരു കടുകിൻ്റെ പരിപ്പൊന്ന് വേർതിരിഞ്ഞ് കിട്ടുന്നത് വരെ ചതച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 2 നുള്ള് പഞ്ചസാരയും കൂടെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് വൃത്തിയുള്ള വെള്ളമൊന്നുമില്ലാത്ത ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാടൻ മാങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിനായി പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.